SDPI Zindabad. SDPI Zindabad. SDPI Zindabad. SDPI Zindabad. കോടതി ഓർഡർ കോപ്പിയിൽ പ്രതിക്ക് നെന്മാറയിൽ പ്രവേശനമില്ല. അറിഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തി നെന്മാറയിലെ പോലീസ് തിരിച്ചറിയുക നാട്ടുകാരെ, പ്രതികരിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ. SDPI Zindabad. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനു വേണ്ടിയാണ് മാർച്ച് നടത്തുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം പ്രബുദ്ധമായ കേരളം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ നിലവിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ തുടരാവർത്തനം ഇല്ലാതിരിക്കാൻ അതിന് നേതൃപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും നിലപാടുകൾ സ്വീകരിക്കേണ്ടതും ബന്ധപ്പെട്ട അധികാരികളാണ്, അതല്ല എങ്കിൽ പോലീസാണ്. എന്നാൽ ഈ ഇരട്ട കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 2 ജീവൻ നഷ്ടപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SHO ഉൾപ്പെടെയുള്ള അധികാരികളുടെ കൃത്യമായ അനാസ്ഥ മൂലമാണ് എന്ന് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് ഉത്തരവാദിത്തപൂർണമായി നിർവഹിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. ഈ കൊല്ലപ്പെട്ട 2 മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിമിനലായ നരബോധിയായ ഈ വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. പിന്നീട് അദ്ദേഹം ജാമ്യത്തിലിറങ്ങുന്നു. തുടർന്നാണ് നമ്മൾ കൃത്യമായി കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടത്. അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനം തുടർന്നും നടത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് ഇദ്ദേഹം വരാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഓർഡർ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ചതാണ്. എന്ത് നിലപാട് സ്വീകരിച്ചു പോലീസ്? ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുള്ള കൃത്യമായ ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. എന്ന് മാത്രമല്ല, പോലീസ് സ്വമേധയാ അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം മുന്നേ കൊല്ലപ്പെട്ട ആ സഹോദരിയുടെ മക്കൾ, ഇപ്പോൾ കൊല്ലപ്പെട്ട മക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ട് അഖില എന്ന് പറയുന്ന അവരുടെ മകൾ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു.
എന്റെ പെറ്റമ്മയെ കൊലപ്പെടുത്തിയ ക്രിമിനലായിട്ടുള്ള ചെന്താമരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട്. അതിന് സംരക്ഷണം നൽകണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. എന്ത് നടപടി സ്വീകരിച്ചു? ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് വീണ്ടും പരാതി പറയുന്നു. മാരകായുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ നിന്നിറങ്ങി ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തുക എന്നുള്ളത് എന്റെ തീരുമാനമാണ് എന്നുള്ളത് ഈ ക്രിമിനൽ പറഞ്ഞുകൊണ്ട് നാട്ടിലുടനീളം നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർ 120 പേർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ട് 120 പേർ ഒപ്പിട്ടുകൊണ്ട് ഒരു പരാതി നൽകി. ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളൊരു തീരുമാനമെടുക്കണമെന്ന്. എന്ത് നടപടി സ്വീകരിച്ചു? ഈ ക്രിമിനലിനെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് തൊട്ട് തലോടി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, SHO പറഞ്ഞു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് കൃത്യമായി രണ്ടാമത് നടന്ന കൊലപാതകത്തിൽ അശ്രദ്ധമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, കേരളത്തിലുടനീളം വ്യത്യസ്ത തരത്തിലുള്ള സമരങ്ങള്, പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമരങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഓരോ മാസം കൂടുന്തോറും ജില്ലാ കളക്ടറുടെ മുന്നിൽ ഹാജരാവണം. പോലീസിന്റെ ജാഗ്രതയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് ജാഗ്രത പുലർത്തുന്നില്ല? അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, സമഗ്രമായ ഒരു അന്വേഷണവും നടക്കേണ്ടതുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട SP പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയുന്നു, ഇദ്ദേഹം മാത്രമാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് എന്ന്. എന്നാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു ജോത്സ്യന്റെ അടുത്ത് നിന്ന് നിർദ്ദേശം കിട്ടിയതാണ്. ഇന്ന ആളുകളാണ്, ഈ കൊല്ലപ്പെട്ട കുടുംബമാണ് എന്റെ ജീവിതത്തിന്റെ തടസ്സമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ കൊലപാതകം നടത്തിയത് എന്നതിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ അടിവേരേണ്ടതുണ്ട്. ഈ പ്രവണത നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനി നടക്കാൻ പാടില്ല എന്നുള്ള ദൃഢമായ ഒരു നിശ്ചയം ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ടാകേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ഇത്തരം മന്ത്രവാദികളുടെയും അതോടൊപ്പം തന്നെ ഈ ആളുകളൊക്കെ പറയുന്നതിനനുസരിച്ച് നാട്ടിലെ ഇത്തരത്തിലുള്ള ക്രിമിനലുകള് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ എങ്ങനെയാണ് സ്വസ്ഥമായി കൊണ്ട് സമാധാനപരമായി കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക? എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, സംഭവം നടന്നു. പോലീസിനോടൊപ്പം പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി, കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മുഴുവൻ സമയം ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികള്, നാട്ടുകാർ പോലീസുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമാണ് ഇത്തരം ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കാണണമെന്നും അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നും ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും അവകാശമാണ് എന്ന നിലക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി രാവും പകലുമില്ലാതെ കണ്ണിലെണ്ണ ഒഴിച്ച് എന്ന് പറയുന്നത് പോലെ ഉറക്കമില്ലാതെ അദ്ദേഹത്തെ തെരഞ്ഞു നടക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ഇവിടെ വന്ന സമയത്ത് എന്ത് സമീപനമാണ് പോലീസ് സംവിധാനങ്ങൾക്കുണ്ടായിട്ടുള്ളത്? എന്ത് സംവിധാനമാണ് പോലീസ് സംവിധാനങ്ങൾക്കുണ്ടായിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുള്ള പ്രതിഷേധക്കാരെ അടിച്ചോടിക്കുന്ന ഒരു നടപടിയല്ലേ നെന്മാറയിലെ പോലീസ് സംവിധാനം ചെയ്തത്?
എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ന്യായീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല കുരുമുളക് സ്പ്രേ പോലും ഉപയോഗിച്ചു പ്രതിഷേധക്കാർക്കെതിരെ. ഈ രീതിയിലാണ് ഒരു ജനാധിപത്യത്തിൽ ഊന്നിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രമല്ല ആലത്തൂരിലെ ഡിവൈഎസ്പി ഈ കേസിന്റെ ചുമതല ഏറ്റെടുത്തുള്ള മഹാവ്യക്തിത്വം പറയുന്നു, നിങ്ങൾക്ക് സമാധാനമായില്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നടപടിയെടുത്തതില്ലെന്ന്. ഒരു മേലുദ്യോഗസ്ഥൻ പറയുകയാണ്, ഇവിടെ SHO ആയിട്ടുള്ള ഒരു സിംഹനോ മനുഷ്യനോ അത് അദ്ദേഹം പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ മേലുദ്യോഗസ്ഥൻ പറയുന്നു, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായില്ല എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്? അദ്ദേഹം നടത്തിയിട്ടുള്ള കൃത്യവിലോപത്തിനെതിരെയാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ കൃത്യമായി നീതികേട് കാണിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. അതിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ പോലീസിനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. മറിച്ച് ഒരുപാട് അന്വേഷണ സംവിധാനങ്ങള്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങള് നമുക്കുണ്ടല്ലോ. കൃത്യമായ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ നമുക്ക്. എന്തുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഇവിടെയാണ് സാന്ദർഭികമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഈ രീതിയിൽ അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാൻ പോകുകയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് പല നിലയിലും ഞങ്ങൾ പറഞ്ഞതായിരുന്നു. അതിനെയൊന്നും മുഖവിലക്കെടുക്കാതെയായിരുന്നു പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖലയിലെ പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പിന്നീട് അതിനുശേഷം അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഉണ്ടായതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ പാലക്കാട് ജില്ലയിൽ നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനെ തടഞ്ഞു നിർത്തുന്നതിന് കൃത്യമായി പാലക്കാട് പോലീസിന് കൃത്യമായ ഉത്തരവാദിത്വം അതിലുണ്ട്. ഇവിടെ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അങ്ങ് മലമ്പുഴയിലെ പാറയിലെ സുബൈർ കൊല ചെയ്യപ്പെട്ടു. പിന്നീട് അക്രമ സംഗതികളും മറ്റ് പ്രതിസന്ധികളും ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് SDPIയുടെ കൊടിമരത്തിന് മുകളിൽ റീത്ത് കൊണ്ടുവന്ന് വെച്ചു RSSന്റെ ക്രിമിനലുകൾ. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പല തവണയായി ഞങ്ങൾ പരാതി നൽകി. എവിടെ എത്തി അന്വേഷണം? ഞങ്ങൾക്കറിയാം, നിങ്ങളാളെ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മാതൃകാപരമായി ശിക്ഷിക്കുവാനോ തുടർന്നുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടഞ്ഞു നിർത്തുവാനോ സാധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതുകൊണ്ട് പോലീസിൽ ഒരു തിരുത്തലുണ്ടാവേണ്ടതുണ്ട്. ആ തിരുത്തുന്നതിന് വേണ്ടിയാണ് ജനാധിപത്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദലിത് മേഖലയിൽ ദലിതുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശിവരാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെല്ലുന്നു. എവിടെ ക്രിമിനലായിട്ടുള്ള വ്യക്തിയുള്ളത് എന്ന് തന്റെ പിഞ്ചുമക്കളോട് ചോദിക്കുന്നു. എവിടെയാണ് റൌഡി എന്നുള്ളത് ചോദിക്കുന്നു. ഇങ്ങനെ നാടിന്റെ സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഈ രീതിയിൽ ഭീഷണി മുഴക്കുവാൻ കേരളത്തിലെ പോലീസിന്, ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി, അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി നിലകൊള്ളേണ്ട പോലീസ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ തരത്തിൽ അവിടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരല്ല, അവിടെ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പുലർത്താത്തവരല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തെ നാടിന്റെ സമാധാനത്തിനും നാടിന്റെ സൗഹൃദത്തിനും വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായി നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ നാട് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകും. MR അജിത് കുമാറിനെ ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ടതില്ല. കള്ളന് തന്നെ കഞ്ഞിവെച്ചവരായിക്കൊണ്ട് ഇത്തരം ആളുകൾ പോകുമ്പോൾ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പോകുന്നതിന് അത്ഭുതമില്ല. അതുകൊണ്ട് കേരളത്തിലെ സർക്കാരിനോട്, ആഭ്യന്തര വകുപ്പിനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഇതിനെ തിരുത്താൻ തയ്യാറാവണം. നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ ജനാധിപത്യത്തിലൂന്നിക്കുന്നതിനോടുള്ള ശക്തമായ സമരങ്ങളിലൂടെ നിങ്ങളെ തിരുത്തൽ ശക്തിയായിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മാർച്ചിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒരുപാട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി.